ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സൺഡേക്ക് ആയ ഒരു ദിവസം നോക്കിയിട്ട് ഒരു നല്ലൊരു റെസിപ്പി കണ്ടുപിടിച്ചായിരുന്നു. അപ്പം ഈ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറഞ്ഞുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അത് ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ ഇത് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കി തന്നെ ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക. പിന്നെ അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം മസാലപ്പൊടി എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കോൺഫ്ലെക്സിൻ്റെ കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി കൈവച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി കൈവച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ല പോലെ പിടിക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. എത്ര നേരം വെക്കുന്നോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഇതിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ മൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാനൊരു 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് പിന്നെ അത് നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് വറക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി സ്വാദുണ്ടാവും. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചട്ടി വെച്ചതിന് ശേഷം ആവശ്യത്തിന് സവോള കേട്ടോ. ഒത്തിരി സവോളൊന്നും വേണ്ട, കുറച്ച് സവോള അരിഞ്ഞ് എങ്ങനെ വെള്ളം അരിഞ്ഞതിന് ശേഷം അതേ പാനിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇവിടെ കുത്തുമുളകാണ് ഇടുന്നത് കേട്ടോ, മറ്റേ വറ്റൽ മുളക് പൊടിച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി നല്ലപോലെ വാടി വരുമ്പോൾ ഗരം മസാലയും മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി ഒരു സ്വാദിന് വേണ്ടിയിട്ട്. അപ്പോൾ ടേസ്റ്റ് കൂടും, മണവും നല്ല സ്മെല്ലടിക്കും. നന്നായിട്ട് വറുത്തെടുക്കുക, കാരണം മല്ലിപ്പൊടി വറുക്കാനായിട്ട് കുറച്ച് സമയം വേണം. ഇത് വറുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് അത് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചെടുത്താൽ അതിട്ട് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട. അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി ഇത്തിരി വെള്ളം കൂടി ഇട്ടാൽ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അതൊരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നല്ലപോലെ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഈ വെളുത്തുള്ളിയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി തീയിൽ വെച്ചിട്ട് ഒരു വരട്ടി എടുക്കുന്നില്ലേ, ആ വെള്ളമൊക്കെ മാറ്റി അതിൻ്റെ മുകളിൽ നിന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ എണ്ണയ്ക്ക് കിടന്ന് തിളച്ചിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയാകും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുത്തുമുളക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഇടാവോ, ഒത്തിരി ഇടരുത്, നല്ല എരിവുണ്ടാവും. അത് പ്രത്യേകം പറയണം, ആ മുളകിൻ്റെ ഒരു ഇതാണ്. ഇതാണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാനിത് ഉണ്ടാക്കിയിട്ട് കൂടെ കഴിച്ചത് ബീട്രൂട്ട് റൈസ് ആയിരുന്നു. അതിൻ്റെ റെസിപ്പി അധികം വൈകാതെ ഇടുന്നതായിരിക്കും. അടിപൊളിയായിരുന്നു, സെറ്റ്. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ടാക്കിയേക്കണേ. ബൈ.